അല്ല മോളെ അഞ്ജലി, നീ ഇത് എങ്ങോട്ടാ ഈ വലിഞ്ഞു കയറിപ്പോകുന്നത്? ഓഫീസിലെ സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴേക്കും 1 മണിക്കൂറായി. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴേ ബാഗും തൂക്കി ഇറങ്ങി. നീ എന്താ ബോസിൻ്റെ കേബിനിൽ തന്നെ കൂട്ടുകൂടിയിരിക്കുകയാണോ? ഡെസ്കിലെ ഫയലുകളൊക്കെ ഒതുക്കി വെച്ച് ഹാൻഡ് ബാഗ് തോളിലിട്ടുകൊണ്ട് സഹപ്രവർത്തകയായ രമ്യ ചോദിച്ചപ്പോൾ അഞ്ജലി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരിയിൽ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. 38 വയസ്സ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ മടുത്തുപോയ പ്രായം. കൂടെ പഠിച്ചവരുടെയും ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ കുട്ടികൾ ഹൈസ്കൂളിൽ എത്താറായി. അവരൊക്കെ കുടുംബവും കുട്ടികളുമായി തിരക്കിലാണ്. പക്ഷേ അഞ്ജലിക്കിപ്പോഴും ആ പഴയ 25-കാരിയുടെ അതേ പ്രസരിപ്പും അഴകുമുണ്ട്. നീണ്ട ഇടതൂർന്ന കറുത്ത മുടിയും മുഖത്തൊരിക്കലും മായാത്ത ആ മന്ദഹാസവും വലിയ കണ്ണുകളും തന്നെയാണ് അവളുടെ ഭംഗി. എന്തുകൊണ്ടോ അനുയോജ്യമായൊരു ആലോചന സമയത്തിന് വരാത്തതുകൊണ്ടും വന്നതൊന്നും മനസ്സിനിണങ്ങാത്തതുകൊണ്ടും വിവാഹം നീണ്ടുപോയി. ഒടുവിൽ അതൊരു ശീലമായി മാറി. തനിച്ചുള്ള ജീവിതം, സ്വന്തം വരുമാനം, അതായിരുന്നു അവളുടെ ലോകം. ഞാൻ ഈ പുതിയ പ്രൊജക്റ്റിൻ്റെ കോപ്പിയൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വന്നതാ രമ്യേ. സാർ ഒന്ന് നോക്കിയിട്ട് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പോയിക്കോ, എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. അഞ്ജലി ഫയലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീയിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര വർക്കഹോളിക്കാണല്ലോ അഞ്ജലി. അതോ ഇനി ജോലി മാത്രമാണോ നിന്നെ ഇവിടെ പിടിച്ചിരുത്തുന്നത്, അതോ മറ്റെന്തെങ്കിലും? രമ്യ ഒന്ന് കണ്ണു ചെമ്മി ചുണ്ടിലൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. എന്ത് മറ്റെന്തെങ്കിലും? നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. അഞ്ജലി അവളെ കളിയാക്കി ഓടിച്ചു. പക്ഷേ രമ്യ പറഞ്ഞതിൽ ഓഫീസിലെ ബാക്കിയുള്ളവർക്കും ചെറിയൊരു സംശയമില്ലാതിരുന്നില്ല. കാരണം കഴിഞ്ഞ 6 മാസങ്ങളായി അഞ്ജലി ഓഫീസിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ പുതിയ റീജിയണൽ മാനേജർ ദേവദാസിൻ്റെ കൂടെയാണ്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവൾ ഓഫീസിൽ തുടരും. ദേവനാഥ്, 42 വയസ്സുള്ള, കാണാൻ നല്ല ഗാംഭീര്യമുള്ളൊരു മനുഷ്യൻ, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. പക്ഷേ അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു വലിയ വിഷാദത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. 3 വർഷം മുമ്പ് ഒരു കാർ അപകടത്തിൽ അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നു. അതിനുശേഷം 9 വയസ്സുള്ള മകൾ ദിയ മാത്രമാണ് ദേവൻ്റെ ലോകം. ഓഫീസിൽ കണിശക്കാരനായ, അധികം ആരോടും സംസാരിക്കാത്ത ബോസ് ആണെങ്കിലും ഉള്ളിൽ വളരെ പാവവും സ്നേഹമുള്ളവനുമാണ് ദേവനെന്ന് അഞ്ജലിക്ക് കുറഞ്ഞ കാലം കൊണ്ട് മനസ്സിലായിരുന്നു. രമ്യ പോയി കഴിഞ്ഞും അഞ്ജലി തൻ്റെ സീറ്റിലിരുന്ന് ഫോണിലേക്ക് നോക്കി. ഓഫീസ് ആകെ ശൂന്യമായിരുന്നു. ലൈറ്റുകളൊക്കെ ഓരോന്നായി അണഞ്ഞു. കൃത്യം 7 മണി കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ ടേബിളിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്തു. സ്ക്രീനിൽ ദേവൻ സാർ എന്ന് തെളിഞ്ഞു വന്നു. അഞ്ജലി, ഫയൽസൊക്കെ റെഡിയായോ? നമുക്ക് ഇറങ്ങിയാലോ? മറുതലക്കൽ ദേവൻ്റെ ഗൗരവമുള്ള എന്നാൽ ശാന്തമായ ശബ്ദം. സാർ, ഞാൻ റെഡിയാണ്, താഴേക്ക് വരാം. അഞ്ജലി പഴസും ഫോണുമെടുത്ത് വേഗം പടവുകളിറങ്ങി താഴേക്ക് നടന്നു. ഓഫീസിൻ്റെ താഴെയുള്ള വലിയ പാർക്കിംഗ് ഏരിയയിൽ ദേവൻ്റെ കറുത്ത ക്രെറ്റ കാർ സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് തെളിച്ച് കിടപ്പുണ്ടായിരുന്നു. അഞ്ജലി ആരും കാണാതെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. സെക്യൂരിറ്റി ചേട്ടൻ ദൂരെ ഗേറ്റിനടുത്ത് മാറി നിൽക്കുന്നുണ്ട്. അവൾ വേഗം ചെന്ന് മുൻസീറ്റിൽ തന്നെ കയറിയിരുന്നു. അവൾ കയറിയതും കാർ മുന്നോട്ടെടുത്തു. കാർ മെല്ലെ നഗരത്തിലെ തിരക്കേറിയ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. AC-യുടെ തണുപ്പിൽ കാറിനുള്ളിൽ ഒരു നേർത്ത സുഗന്ധം പടർന്നു. FM റേഡിയോയിൽ വളരെ പതുക്കെ ഒരു പഴയ പ്രണയഗാനം ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ടയേർഡായല്ലോ അഞ്ജലി. ഞാൻ കാരണം നിനക്ക് ഇന്നും ലേറ്റ് ആവുകയാണ്. നിൻ്റെ വീട്ടുകാരും ഇതിൻ്റെ പേരിൽ നിന്നെ വഴക്ക് പറയുന്നുണ്ടാകും. സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നോക്കിക്കൊണ്ട് ദേവൻ വളരെ ആർദ്രമായി സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല സാർ. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അമ്മയും അച്ഛനും TV-യുടെ മുന്നിലായിരിക്കും. ഞാൻ ചെന്നിട്ട് വേണം രാത്രിയിലെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അതുകൊണ്ട് ഓഫീസിൽ ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് റിലാക്സേഷൻ. അഞ്ജലി ഗ്ലാസ്സിലൂടെ പുറത്തെ തിരുവിളക്കിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും ഒരു സ്ത്രീ ഈ രാത്രിയിൽ ഒരാണിൻ്റെ കൂടെ എന്നും യാത്ര ചെയ്യുമ്പോൾ നാട്ടുകാരും ഓഫീസുകാരും എന്ത് വിചാരിക്കും എന്ന് നീ ആലോചിക്കാറുണ്ടോ അഞ്ജലി? നിന്റെ വിവാഹം പോലും കഴിയാത്തതാണ്. ദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. നാട്ടുകാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും സാർ. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എൻ്റെ ബോസാണ്. അദ്ദേഹം മോശക്കാരനല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ ജീവിതം എൻ്റേത് മാത്രമല്ലേ? അഞ്ജലി അത് പറയുമ്പോൾ ദേവൻ്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കഴിഞ്ഞ 6 മാസമായി ഇതാണ് അവരുടെ പതിവ്. ഓഫീസ് കഴിഞ്ഞാൽ അവർ ഒരുമിച്ചാണ് ദേവൻ്റെ കാറിൽ പോകുന്നത്. ഇത് ഓഫീസിൽ മിക്കവരും പലപ്പോഴായി കണ്ടിട്ടുണ്ട്.
പലരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഇവരുടെ രാത്രി യാത്രകളെക്കുറിച്ചുള്ള ചർച്ചകളും ഗോസിപ്പുകളുമാണ് നടക്കുന്നത്. അവൾക്ക് വയസ്സ് 38 ആയില്ലേ? ഇനിയൊരു കല്യാണം നടക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ബോസിനെ തന്നെ അങ്ങോട്ട് വളച്ചെടുക്കാൻ നോക്കിയതാവും. പോരാത്തതിന് ഭാര്യയില്ലാത്ത പണമുള്ള ആളും. ഇങ്ങനെയൊക്കെയാണ് ഓഫീസിലെ ലഞ്ച് ബ്രേക്കുകളിലെ സംസാരം. പക്ഷേ ആരും അറിയാത്ത, ആർക്കും മോഹിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ രഹസ്യത്തിലായിരുന്നു ദിവസവുമുള്ള ആ യാത്രകൾ വഴിമാറിയിരുന്നത്. കാർ പതിയെ നഗരത്തിലെ വലിയ തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിച്ചു. ഇരുവശത്തും വലിയ മരങ്ങളുള്ള ആ റോഡിലൂടെ നീങ്ങി അവിടെയുള്ള ഒരു ഭംഗിയുള്ള വെള്ളവില്ലയുടെ മുന്നിൽ കാർ വന്നു നിന്നു. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഗേറ്റ് തുറന്ന് ദേവൻ കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തി. അഞ്ജലി കാറിൽ നിന്നും ഇറങ്ങി വളരെ പരിചയമുള്ളതുപോലെ നേരെ ആ വീടിൻ്റെ വരാന്തയിലേക്ക് നടന്നു. ദേവനും കൂടെ വന്ന് പോക്കറ്റിൽ നിന്നും കീയെടുത്ത് വാതിൽ തുറന്നു. ഹാളിലെ ലൈറ്റിട്ടതും അകത്തെ മുറിയിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്നു. ദേവൻ്റെ ജീവനായ മകൾ ദിയമോൾ. അഞ്ജലി ആൻറ്റി. ദിയ ഓടി വന്ന് അഞ്ജലിയുടെ അരയിലൂടെ കെട്ടിപ്പിടിച്ചു. ആഹാ, എൻ്റെ ചക്കരക്കുട്ടി ഉറങ്ങിയില്ലേ ഇതുവരെ? ആൻറ്റി വരാൻ ഒരുപാട് ലേറ്റായോ മോളെ? അഞ്ജലി താഴേക്കിരുന്ന് ദിയയുടെ കവിളിൽ മാറി മാറി ഉമ്മ വെച്ചു. ഇല്ല ആൻറ്റി, ഞാൻ ആൻറ്റി വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് സ്കൂളിൽ നിന്നും ഹോംവർക്ക് ചെയ്യാൻ ഒരുപാട് തന്നിട്ടുണ്ട്. പപ്പ പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാകില്ല. ആൻറ്റി തന്നെ പറഞ്ഞു തരണമെന്ന് ഞാൻ പപ്പയോട് വാശി പിടിച്ചതാ. ദിയ ചുണ്ട് പിളർത്തിക്കൊണ്ട് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി. കണ്ടോ അഞ്ജലി, ഞാൻ പറഞ്ഞിട്ട് ഇവൾ കേൾക്കണ്ടേ? നിന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഇവൾക്ക് ഇപ്പോൾ ഉറക്കം പോലും വരില്ല. ഞാൻ വേഗം ഫ്രഷായിട്ട് വരാം. നീ അവളെ ഒന്ന് നോക്കണേ. കഴിഞ്ഞ 6 മാസമായി അഞ്ജലിയുടെ യാത്ര ദേവൻ്റെ ഈ വീട്ടിലേക്കായിരുന്നു. അമ്മയില്ലാത്ത ആ കുഞ്ഞിന് ഒരമ്മയുടെ സ്നേഹം കൊടുക്കാനും അവളെ പഠിപ്പിക്കാനും ഒരു നല്ല കൂട്ടുകാരിയാകാനും അഞ്ജലിക്ക് കഴിഞ്ഞു. ദേവനും അഞ്ജലിയും തമ്മിൽ ബോസും ജീവനക്കാരിയും എന്നതിനപ്പുറം പുറം ലോകത്തോട് പറയാത്ത ഒരു സുന്ദരമായ ആത്മബന്ധത്തിലേക്ക് മാറുകയായിരുന്നു ഈ യാത്രകളിലൂടെ. ദേവൻ ഫ്രഷായി ഡ്രസ് മാറി വന്നപ്പോഴേക്കും അഞ്ജലി ഹാളിലെ സ്റ്റഡി ടേബിളിൽ ദിയയെ ചേർത്ത് പിടിച്ചിരുന്ന് വളരെ സ്നേഹത്തോടെ ഹോംവർക്ക് ചെയ്യിക്കുകയായിരുന്നു. അഞ്ജലിയുടെ ഉള്ളിലെ മാതൃത്വം മുഴുവൻ ആ കുഞ്ഞിന് മുൻപിൽ ഉണരുകയായിരുന്നു. മോൾ ചെന്ന് ആ യൂണിഫോം ഒന്ന് മാറിയിട്ട് വാ, നമുക്ക് 3 പേർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. അഞ്ജലി പറഞ്ഞതും ദിയ ഓടി മുറിയിലേക്ക് പോയി. ഹാളിൽ ഇപ്പോൾ ദേവനും അഞ്ജലിയും മാത്രമായി. വലിയ നിശബ്ദത അവിടെ പടർന്നു. ദേവൻ ഡൈനിങ് ടേബിളിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചു. അഞ്ജലി അടുക്കളയിലേക്ക് കയറി ലീലാമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം പാത്രങ്ങളിലേക്ക് പകർന്നു വെക്കാൻ തുടങ്ങി. അഞ്ജലി. ദേവൻ പതിയെ വന്ന് അടുക്കളയുടെ വാതിൽക്കൽ ഒന്ന് ചാരി നിന്നു. അവനെ നോക്കി അഞ്ജലി കയ്യിലെ പാത്രവുമായി തിരിഞ്ഞു നിന്നു. എന്താ സാർ? നീ എപ്പോഴും എന്നെ സാർ എന്ന് തന്നെ വിളിക്കണമെന്നുണ്ടോ? ഓഫീസിൽ നമ്മൾ തമ്മിലുള്ള ദൂരം വേണം, അത് ശരിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴെങ്കിലും. ദേവൻ്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ആർദ്രതയും സ്നേഹവും കലർന്നിട്ടുണ്ടായിരുന്നു. അഞ്ജലിയുടെ നെഞ്ചിടിപ്പൊന്ന് വർദ്ധിച്ചു. അവൾ മുഖം താഴ്ത്തി. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ദേവൻ എന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ വെറുതെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ? ദേവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി അടുത്തു വന്നു. അയാളുടെ കണ്ണുകളിൽ പ്രണയവും ബഹുമാനവും കലർന്നൊരു തിളക്കമുണ്ടായിരുന്നു. അഞ്ജലി, നിനക്കറിയാമോ, നീ ഈ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയ ശേഷമാണ് ഈ 4 ചുവരുകൾക്കുള്ളിൽ വീണ്ടും ഒരു ജീവൻ ഉണ്ടായത്. അഞ്ജലി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്കും മോളെ പോലെ തന്നെ ആലോചിക്കാൻ വയ്യാതായിരിക്കുന്നു. ഓഫീസിലെ സംസാരങ്ങളും ഗോസിപ്പുകളുമൊക്കെ എൻ്റെ ചെവിയിലും എത്തുന്നുണ്ട്. എനിക്ക് എന്നെക്കുറിച്ചല്ല വിഷമം, നിന്നെക്കുറിച്ചാണ്. ഒരു പെണ്ണായ നിന്റെ പേര് ഇതിലേക്ക് വലിച്ചേക്കപ്പെടുന്നത് ഓർക്കുമ്പോൾ. ദേവൻ ഒന്ന് നിർത്തി. അതിന് എനിക്ക് വിഷമവുമില്ല ദേവൻ സാർ. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, എനിക്ക് സത്യം എന്താണെന്ന് അറിയാമല്ലോ. അഞ്ജലി ധൈര്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. ദേവൻ പതിയെ അഞ്ജലിയുടെ കൈകളിൽ പിടിച്ചു. ആ ചൂടുള്ള സ്പർശനം അഞ്ജലിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പുരുഷൻ്റെ സ്പർശനത്തിൽ അവൾ ഇത്രയധികം ഉരുകിപ്പോകുന്നത്. അവളുടെ കൈകൾ ചെറുതായി വിറച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ ഒളിച്ചു കളിക്കേണ്ട കാര്യമുണ്ടോ അഞ്ജലി? ദിയമോൾക്ക് ഒരമ്മയായി, എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി പകുതിയായി ഈ വീട്ടിലേക്ക് പൂർണ്ണമായും വരാമോ? എന്നെ നിനക്കൊരു ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ? ദേവൻ്റെ ആ ചോദ്യം കേട്ട് അഞ്ജലി സ്പന്ദനായി നിന്നുപോയി. അവൾ വിചാരിച്ചതിനും വലിയൊരു വഴിച്ചെരുപ്പിലേക്കായിരുന്നു അവരുടെ യാത്രകൾ എത്തി നിൽക്കുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ സുന്ദരമായ സ്വപ്നം തൻ്റെ മുൻപിൽ യാഥാർത്ഥ്യമായി വന്നു നിൽക്കുകയാണ്. പക്ഷേ ഒരു മകളുള്ള
ഭാര്യ മരിച്ച ഒരാളെ വിവാഹം കഴിക്കാൻ അഞ്ജലിയുടെ വീട്ടുകാർ സമ്മതിക്കുമോ? ഓഫീസിലെ ആൾക്കാർ ഇതറിഞ്ഞാൽ എങ്ങനെയൊക്കെ കഥകൾ മെനയും. അപ്പോഴേക്കും മുറിയിൽ നിന്നും ഡ്രസ് മാറി ദിയമോൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. പപ്പ, എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു. ദേവനും അഞ്ജലിയും പെട്ടെന്ന് പരസ്പരം കൈകൾ വിട്ടുപിടിച്ചു മാറി നിന്നു. അഞ്ജലി വേഗം കണ്ണുകൾ തുടച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും ദേവന്റെ കണ്ണുകൾ അഞ്ജലിയിൽ തന്നെയായിരുന്നു. അവളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. അവളുടെ ആ മറുപടിക്കായി അവൻ കാത്തിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് പതിവ് പോലെ ദേവൻ അഞ്ജലിയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ കാറുമായി ഇറങ്ങി. യാത്രയിലുടനീളം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഉള്ളിൽ സ്നേഹത്തിൻ്റെയും ആശങ്കകളുടെയും കൊടുങ്കാറ്റടങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പുറമേക്ക് ഇരുവരും ശാന്തരായിരുന്നു. കാറിനുള്ളിൽ ആ നിശബ്ദത ഭാരമുള്ളതായിരുന്നു. അഞ്ജലിയുടെ വീടിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നു. അവൾ ഇറങ്ങാൻ നേരം ദേവൻ അവളെ നോക്കി കാറിൻ്റെ വിൻഡോ താഴ്ത്തി വീണ്ടും ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല അഞ്ജലി. അഞ്ജലി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദേവനെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ഒരു സുന്ദരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. നാളെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ ഇതിനുള്ള മറുപടി തരാം ദേവൻ. ആദ്യമായി അവൾ അയാളെ പേര് വിളിച്ചു. എന്നിട്ട് വേഗം തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. ദേവൻ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കാർ തിരിച്ചുപോയി. ഒരു പുതിയ പുലരിക്കായി രണ്ടുപേരും കാത്തിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അഞ്ജലി ഓഫീസിലെത്തിയപ്പോൾ അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ടായിരുന്നു. എന്തോ വലിയ ദുരന്തം മണക്കുന്നതുപോലെ ജനറൽ മാനേജറുടെ റൂമിൽ നിന്നും വലിയൊരു ബഹളം കേൾക്കാമായിരുന്നു. ഓഫീസിലെ എല്ലാവരും ജോലി മറന്ന് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. അഞ്ജലി ഭയത്തോടെ രമ്യയുടെ അടുത്തേക്ക് ചെന്നു. എന്താ രമ്യ, ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? രമ്യ അവളെ ഒരു ഭാവഭേദവുമില്ലാതെ കടുത്ത പരിഹാസത്തോടെ നോക്കി. എന്നിട്ട് വളരെ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ദേവനാഥ് സാറിൻ്റെ ഭാര്യ മരിച്ചു പോയതല്ല അഞ്ജലി. അവർ ജീവനോടെയുണ്ട്. ദേവനാഥ് സാർ നമ്മളെയെല്ലാം പറ്റിക്കുകയായിരുന്നു. ദേ ഇപ്പോൾ അകത്തിരുന്ന് ബഹളം വെക്കുന്നത് അയാളുടെ സ്വന്തം ഭാര്യയാണ്. അത് കേട്ടതും അഞ്ജലിയുടെ കാൽക്കിൽ നിന്നും ഭൂമി ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. രമ്യയുടെ ആ വാക്കുകൾ അഞ്ജലിയുടെ കാതുകളിൽ വന്ന് പതിച്ചപ്പോൾ അവളുടെ ചുറ്റുമുള്ള ലോകം നിശ്ചലമാകുന്നത് പോലെ തോന്നി. തലച്ചോറിലെ ഞരമ്പുകൾ ഒന്ന് പിടഞ്ഞു. ശ്വാസമെടുക്കാൻ പോലും അവൾ പാടുപെട്ടു. ദേവൻ്റെ ഭാര്യ മരിച്ചിട്ടില്ലേ? അപ്പോൾ കഴിഞ്ഞ 6 മാസമായി താൻ കണ്ടതും കേട്ടതുമെല്ലാം വെറും അഭിനയമായിരുന്നു. ദിയമോളുടെ കളിച്ചിരികളും അമ്മയില്ലാത്ത കുഞ്ഞിൻ്റെ സങ്കടങ്ങളും ദേവൻ തൻ്റെ കൈകളിൽ പിടിച്ച് ജീവിതത്തിലേക്ക് ക്ഷണിച്ചതുമെല്ലാം തന്നെ ഒരു കിണിയിൽ വീഴ്ത്താനായിരുന്നു. അഞ്ജലിയുടെ നെഞ്ച് ഭയങ്കരമായി പടപട ഇടിച്ചു. അവളുടെ കൈകാലുകൾ തണുത്തു മരവിച്ചു. അപ്പോഴേക്കും ജനറൽ മാനേജറുടെ കേബിളിൻ്റെ വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ഓഫീസിലെ ജീവനക്കാരെല്ലാം ഒരേ നോട്ടത്തോടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഉള്ളിൽ നിന്നും കരഞ്ഞുകൊണ്ടും എന്നാൽ അതിനേക്കാൾ വലിയ ദേഷ്യത്തോടെയും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. നല്ല മോഡേൺ വേഷം ധരിച്ച അഹങ്കാരം മുഖത്ത് നിന്ന് എളിക്കുന്ന ഒരു സ്ത്രീ. അവർക്ക് പിന്നാലെ തലയും താഴ്ത്തിപ്പിടിച്ച് ആകെ തളർന്ന ഭാവത്തിൽ ദേവനാഥും പുറത്തേക്ക് വന്നു. അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ ആരോ പിടിച്ചതുപോലെ അത് അലങ്കോലമായി കിടപ്പുന്നുണ്ടായിരുന്നു. ആ ഓഫീസിലെ 100-ലധികം വരുന്ന ജീവനക്കാർ ശ്വാസമടക്കി പിടിച്ച് ആ രംഗം നോക്കി നിൽക്കുകയാണ്. പുറത്തേക്ക് വന്ന ആ സ്ത്രീ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഒടുവിൽ അവരുടെ നോട്ടം ചെന്നു നിന്നത് ഭയന്ന് വിറച്ചു നിൽക്കുന്ന അഞ്ജലിയുടെ മുഖത്താണ്. അവർ വേഗത്തിൽ നടന്ന് അഞ്ജലിയുടെ മുന്നിലേക്ക് വന്നു നിന്നു. അഞ്ജലി പേടിയോടെ ഒരടി പുറകോട്ട് വെച്ചു. ആഹാ, നീയല്ലേ അഞ്ജലി? ആ സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് മേശപ്പുറത്തടിച്ചുകൊണ്ട് കട്ടികൂടിയ ശബ്ദത്തിൽ ചോദിച്ചു. അഞ്ജലിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അവളുടെ തൊണ്ട വരണ്ടു പോയിരുന്നു. അവൾ പതിയെ തലയാട്ടി. എൻ്റെ ഭർത്താവിന് ഭാര്യ മരിച്ചു പോയി എന്ന് പറഞ്ഞ് ഓഫീസിലെ പെണ്ണുങ്ങളെ വളക്കാൻ നാണമില്ലായിരിക്കും. പക്ഷേ 38 വയസ്സായിട്ടും വിവരവും വിദ്യാഭ്യാസവുമുള്ള നീയെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടേടി. നാട്ടിൽ കല്യാണം കഴിക്കാൻ ആണുങ്ങളുടെ കിട്ടാത്തത് കൊണ്ടാണോ മറ്റൊരാളുടെ ഭർത്താവിനെയും കൊണ്ട് രാത്രികളിൽ കാറിൽ കുറങ്ങി നടക്കുന്നത്? ഒരു മകളുള്ളവനാണെന്ന് ബോധമെങ്കിലും നിനക്ക് വേണ്ടേ? ആ സ്ത്രീ അഞ്ജലിക്ക് നേരെ വിരൽ ചൂണ്ടി ഓഫീസ് മുഴുവൻ കേൾക്കെ ആക്രോശിച്ചു. ഓഫീസിൽ വലിയ നിശബ്ദത പടർന്നു. എല്ലാവരുടെയും നോട്ടത്തിൽ തങ്ങളെ പരിഹസിക്കുന്ന ഭാവമായിരുന്നു. ചിലരൊക്കെ പരസ്പരം നോക്കി ഒളിച്ചു ചിരിക്കുന്നുണ്ട്. രമ്യയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരുന്നു. താൻ വിചാരിച്ചത് തന്നെയാണ് സംഭവിച്ചത് എന്നൊരു ഭാവം. മാളവിക, പ്ലീസ്, നീ ഇവിടെ കിടന്ന് കള്ളം പറഞ്ഞ് ബഹളം വെക്കാതെ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ദേവൻ വന്ന് വിറക്കുന്ന കൈകളോടെ മാളവിയുടെ കയ്യിൽ പിടിച്ച് തടയാൻ നോക്കി.
എന്നെ തൊട്ടുപോകരുത് ദേവൻ. തനിക്ക് ഈ ഓഫീസിലെ പെണ്ണുങ്ങളുടെ കൂടെ രാത്രികൾ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ക്രൂരമായി ആ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്? എന്നിട്ട് എൻ്റെ മോളെയും എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. ഇപ്പോൾ ദാ അടുത്ത ഇരയെയും കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ നിൽക്കുന്നവളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ കയറി താമസിക്കാനല്ലേ തൻ്റെ പ്ലാൻ? മാളവിക കൈകൾ വീശി വിളിച്ചു പറഞ്ഞു. അഞ്ജലിക്ക് അവിടെ നിൽക്കാൻ പോലുമുള്ള കരുത്തുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാര ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ അവസാനമായി ഒരു പ്രതീക്ഷയോടെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതൊന്നും സത്യമല്ല എന്ന് അവൻ ഒന്ന് പറയുമെന്ന് അവൾ ആശിച്ചു. പക്ഷേ ദേവൻ അഞ്ജലിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ മുഖം കുനിച്ചു കളഞ്ഞു. ആ മുഖം മാറ്റം അഞ്ജലിയുടെ ഉള്ളിലെ പ്രതീക്ഷകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തി. അവൾ തൻ്റെ പേഴ്സുമെടുത്ത് മറ്റാരെയും നോക്കാതെ ഓഫീസിന് പുറത്തേക്ക് ഓടി. ലിഫ്റ്റിനായി കാത്തു നിൽക്കാൻ പോലുമുള്ള ക്ഷമയില്ലാതെ അവൾ പടവുകളിറങ്ങി ഓടുകയായിരുന്നു. പെന്നിൽ നിന്നും സഹപ്രവർത്തകരുടെ പരിഹാസവാക്കുകൾ അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. കണ്ടില്ലേ, വയസ്സം കാലത്ത് ബോസിനെ വളക്കാൻ നോക്കിയതാ. ഒടുവിൽ ഒറിജിനൽ ഭാര്യ വന്നപ്പോൾ കള്ളി വെളിച്ചത്തായി. ഇനിയിപ്പോൾ ഈ ഓഫീസിൽ അവൾ എങ്ങനെ മുഖം കാണിക്കും? അഞ്ജലി എങ്ങനെയാണ് ടാക്സി വിളിച്ച് വീട്ടിലെത്തിയതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. ഹാളിൽ ഇരിക്കുകയായിരുന്ന അമ്മയോടും അച്ഛനോടും ഒന്നും മിണ്ടാതെ അവൾ നേരെ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് കട്ടിലിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ 6 മാസമായി താൻ അനുഭവിച്ച സന്തോഷം, ദേവമോൾക്ക് നൽകിയ അമ്മയുടെ സ്നേഹം, ദേവൻ്റെ കൂടെയുള്ള ആ സുന്ദരമായ രാത്രി യാത്രകൾ എല്ലാം വെറുമൊരു വഞ്ചനയുടെ ഭാഗമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ ഹൃദയം തകരുന്നതുപോലെ തോന്നി. അമ്മ വന്ന് പലതവണ വാതിൽ മുട്ടി വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നതേയില്ല. രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ അവൾ കരഞ്ഞു തീർത്തു. അടുത്ത 2 ദിവസങ്ങൾ ഒരു യുഗം പോലെയാണ് കടന്നുപോയി. അഞ്ജലി ഫോൺ ഓഫാക്കി വെച്ചു. ഓഫീസിലേക്ക് പോയില്ല. മുറിയിൽ നിന്നും പുറത്തിറങ്ങിയത് പോലുമില്ല. കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. അവളുടെ ജീവിതം അവിടെ അവസാനിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത്. 3-ാം ദിവസം രാവിലെ അഞ്ജലി പതിയെ ഫോൺ ഓൺ ചെയ്തു. സ്ക്രീൻ തെളിഞ്ഞപ്പോൾ ദേവൻ്റെ 100-ലധികം മിസ് കോളുകളും മെസ്സേജുകളും കിടപ്പുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആ മെസ്സേജുകൾ നോക്കാതെ അവൻ്റെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിലിട്ടു. കൃത്യം 10 മണിയായപ്പോൾ അവളുടെ സ്വകാര്യ നമ്പറിലേക്ക് ഒരു അപരിചിതമായ നമ്പറിൽ നിന്നും കോൾ വന്നു. അഞ്ജലി ആദ്യം എടുക്കാൻ മടിച്ചെങ്കിലും പിന്നീട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അഞ്ജലി മോളെ, ഞാൻ ദേവൻ സാറിൻ്റെ ഫ്രണ്ടാണ്. അവളുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. സാറിന് ഭാര്യയുള്ള കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ അദ്ദേഹം കൂട്ടുനിന്നില്ലേ? അഞ്ജലി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അതല്ല സത്യം. അന്ന് ആ ഓഫീസിൽ വന്ന് ആ രാക്ഷസ് പറഞ്ഞതൊന്നും സത്യമല്ല. മോള് ദയവായി ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്കണം. ഇല്ലെങ്കിൽ ആ പാവം സാറിൻ്റെ ജീവിതം പാഴായിപ്പോകും, അവർ ദയനീയമായി അപേക്ഷിച്ചു. അഞ്ജലി കട്ടിൽ എഴുന്നേറ്റിരുന്നു. അപ്പോൾ എന്താണ് സത്യം? 4 വർഷം മുമ്പ് ഈ മാളവിക സാറിനെയും 5 വയസ്സ് മാത്രം പ്രായമുള്ള ദിയമോളെയും ഉപേക്ഷിച്ചു വേറൊരു പണക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ മോളെ. അവൾക്ക് ആഡംബര ജീവിതത്തോടായിരുന്നു മോഹം. പോകുന്നതിന് മുമ്പ് റിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നിട്ടാ അവൾ പോയത്. സാറിന് അതുണ്ടാക്കിയ നാണക്കേടും മാനസിക വിഷമവും ചെറുതല്ലായിരുന്നു. തനിച്ചായ സങ്കടം കൊണ്ടും നാട്ടുകാരുടെ ചോദ്യങ്ങൾ പേടിച്ചുമാണ് ഭാര്യ മരിച്ചുപോയി എന്ന് സാറ് പുറത്തുള്ളവരോട് പറഞ്ഞത്, അല്ലാതെ ആരെയും ചതിക്കാനല്ല. അഞ്ജലി ശ്വാസമടക്കി പിടിച്ചു കേട്ടിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. എന്നിട്ടിപ്പോൾ അവൾ എന്തിനാ തിരിച്ചു വന്നത്? അവൾ കൂടെ പോയ ആൾ അവളെ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്തിയതാ. അവളുടെ കയ്യിലെ പണവും സ്വർണവും എല്ലാം തീർന്നപ്പോൾ അയാൾ ഈ മാളവികയെ ഉപേക്ഷിച്ചു വേറെ പെണ്ണിൻ്റെ കൂടെ പോയി. ഇപ്പോൾ നിൽക്കാൻ ഒരിടമില്ലാതെയും ജീവിക്കാൻ മാർഗവുമില്ലാതെയും ആയപ്പോയാ അവൾ തിരിച്ച് സാറിൻ്റെ അടുത്തേക്ക് വന്നത്. അവൾക്ക് സാറിൻ്റെ പണത്തിലും ഈ വീട്ടിലുമാണ് കണ്ണ്. കഴിഞ്ഞ ആഴ്ച അവൾ സാറിൻ്റെ വീട്ടിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കി. പക്ഷേ സാറ് അവളെ വീട്ടിൽ കയറ്റിയില്ല. നിന്നെ ഇനി എനിക്ക് വേണ്ട എന്ന് സാറ് അവളോട് ഉറപ്പിച്ചു പറഞ്ഞു. അതിൻ്റെ വാശി തീർക്കാനും സാറിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനും വേണ്ടിയാ അവൾ ഓഫീസിലെ ചില അസൂയക്കാരുടെ കൂടെ ചേർന്ന് അവിടെ വന്ന് കള്ളം പറഞ്ഞ് ബഹളം വെച്ചത്. അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു. അന്ന് ഓഫീസിൽ വെച്ച് സാറ് മിണ്ടാതെ നിന്നത് നിന്റെ പേര് കൂടുതൽ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാ. അവൻ അവിടെ വെച്ച് മാളവികയെ തല്ലിയിരുന്നെങ്കിൽ ഓഫീസുകാർ അത് വേറെ രീതിയിലാക്കുമായിരുന്നു. അഞ്ജലി സാറിൻ്റെ കൈവിടരുത്. അന്ന് ഓഫീസിലുണ്ട അപമാനം കാരണം സാറ് ജോലി രാജിവെച്ചു. ഇപ്പോൾ ദിയമോളെയും കൂട്ടി എങ്ങോട്ടോ പോകാനിരിക്കുകയാ. ഫോൺ കട്ടായ ശേഷം അഞ്ജലി ഒരു പ്രതിമയെ പോലെ ഇരുന്നു പോയി.
അവളുടെ ഉള്ളിലെ സങ്കടമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഉരുകിപ്പോയി. പകരം ദേവനോടുള്ള അതിരറ്റ പ്രണയവും അവനെ ഓർത്തുള്ള ആദിയും മാത്രമായി. താൻ വിശ്വസിച്ച മനുഷ്യൻ ഒരു ദൈവത്തെപ്പോലെ ശുദ്ധനാണെന്ന് അവൾക്ക് മനസ്സിലായി. തന്നെയും മകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ആ അപമാനമെല്ലാം സഹിച്ചു നിന്നത്. താൻ കാരണം ദേവൻ്റെ ജീവിതം ഇനി തകരരുത്. അവൾ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. മുഖം കഴുകി ഫ്രഷായി വന്നു. അലമാര തുറന്ന് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മഞ്ഞ ചുരിദാർ തന്നെ എടുത്തു ധരിച്ചു. കണ്ണുകൾ നന്നായി എഴുതി മുടി അഴിച്ചിട്ടു. അവളുടെ മുഖത്തിപ്പോൾ പഴയ ഭയമല്ലായിരുന്നു. പകരം തൻ്റെ പ്രണയത്തെ വീണ്ടെടുക്കാനുള്ള ഒരു പോരാളിയുടെ ധീരതയുണ്ടായിരുന്നു. അവൾ അമ്മയോട് കാറിൻ്റെ കീ വാങ്ങി നേരെ ദേവൻ്റെ വില്ലയിലേക്ക് യാത്ര തിരിച്ചു. അഞ്ജലി വില്ലയുടെ മുന്നിലെത്തുമ്പോൾ സമയം വൈകുന്നേരം 7 മണി കഴിഞ്ഞിരുന്നു. ആ പ്രദേശം മുഴുവൻ ഇരുട്ടിലായിരുന്നു. കാർ പോർച്ചിൽ ദേവൻ്റെ കാർ ഇരിപ്പുണ്ട്. പക്ഷേ വീടാകെ ഇരുണ്ട് കിടക്കുകയായിരുന്നു. വരാന്തയിൽ ഒരു ചെറിയ ലൈറ്റ് മാത്രമാണ് കത്തുന്നത്. അഞ്ജലി കാർ നിർത്തി വേഗത്തിൽ ഇറങ്ങി വരാന്തയിലേക്ക് നടന്നു. മുൻവാതിൽ ചെറുതായി തുറന്ന് കിടപ്പുന്നുണ്ടായിരുന്നു. അവൾ പതിയെ കൈകൊണ്ട് വാതിൽ തള്ളി അകത്തേക്ക് കയറി. ഹാളിൽ ഇരുട്ടായിരുന്നു. സോഫയിൽ ഇരുട്ടിൽ തലക്ക് കൈയും കൊടുത്ത് ദേവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അരികിൽ ദിയമോൾ കരഞ്ഞു തളർന്ന് ഉറങ്ങിക്കിടപ്പുണ്ട്. ആ മുറിയിൽ ഒരു വലിയ ശൂന്യത പടർന്നു കിടന്നിരുന്നു. അഞ്ജലിയുടെ കാൽപെരുമാറ്റവും അവളുടെ വളകളുടെ ശബ്ദവും കേട്ട് ദേവൻ പതിയെ തലയുയർത്തി നോക്കി. ഇരുട്ടിലെ കരിച്ചെത്തിയ വരാന്തയിലെ വെളിച്ചത്തിൽ അഞ്ജലിയുടെ ആ മഞ്ഞ വസ്ത്രം ഒരു വലിയ പ്രകാശം പോലെ തിളങ്ങി നിന്നു. ദേവൻ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അഞ്ജലി, നീ എന്താ ഇവിടെ? എന്നെപ്പോലൊരു വഞ്ചകൻ്റെ, എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട ഒരുവൻ്റെ അടുത്തേക്ക് എന്തിനാ നീ വീണ്ടും വന്നത്? എന്നെ വെറുത്തുപോയി എന്ന് കരുതിയതാ ഞാൻ. ദേവൻ്റെ ശബ്ദം ഇടറി. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൻ വിതുമ്പി. അഞ്ജലി ഒന്നും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും പ്രണയത്തിൻ്റെ കണ്ണീർ പൊഴിയുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ ഓരോ ചുവടിലും അവനോടുള്ള ആത്മബന്ധം പ്രകടമായിരുന്നു. അവൾ അവൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് ദേവൻ്റെ ആരും കാണാത്ത സങ്കടങ്ങളും ഏകാന്തതയും മുഴുവൻ തുടച്ചു മാറ്റാൻ എന്ന വണ്ണം അവൾ അവനെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകൾ അവൻ്റെ പുറത്തു മുറകി. ദേവൻ ആദ്യം ഒന്ന് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. തൻ്റെ ദേഹത്ത് പടരുന്ന ആ മഞ്ഞ വസ്ത്രത്തിൻ്റെ സുഗന്ധവും അഞ്ജലിയുടെ ഹൃദയമിടിപ്പും അവൻ അറിഞ്ഞു. അടുത്ത നിമിഷം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അവൻ അഞ്ജലിയെ തൻ്റെ നെഞ്ചിലേക്ക് ആവോളം ചേർത്ത് നിർത്തി പൊട്ടിക്കരഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ അവളുടെ തോളിൽ കിടന്ന് വിതുമ്പിക്കൊണ്ടിരുന്നു. എന്നെ വിശ്വസിക്കണം അഞ്ജലി. മാളവിക എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ആ നാണക്കേട് കൊണ്ടാണ് ഞാൻ ആരോടും സത്യം പറയാതിരുന്നത്. ഇപ്പോൾ അവൾ എൻ്റെ ജോലിയും സമാധാനവും എല്ലാം ഇല്ലാതാക്കി. നിന്നെപ്പോലും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നു. ദേവൻ അവളുടെ തോളിൽ മുഖമായി അമർത്തി പറഞ്ഞു. എനിക്കറിയാം ദേവൻ, എനിക്ക് എല്ലാം മനസ്സിലായി. എന്നോട് എല്ലാം പറഞ്ഞു. അഞ്ജലി തൻ്റെ വലതുക ദേവൻ്റെ കവളിൽ വെച്ച് അവൻ്റെ കണ്ണിൽ തുടച്ചുകൊണ്ട് ആർദ്രമായി പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ പൂർണ്ണമായ വിശ്വാസവും പ്രണയവും മാത്രമായിരുന്നു. അന്ന് അവൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാകാം. പക്ഷേ ഈ അഞ്ജലിക്ക് നിങ്ങളെയും ഈ ദിയമോളെയും വേണം. ആ മാളവികയോ ഓഫീസിൽ അസൂയക്കാരായ ആൾക്കാരോ എന്ത് വിചാരിച്ചാലും എനിക്കിനി ഒരു ഭയവുമില്ല. ഒരു 38-കാരിയുടെ ജീവിതത്തിൽ പ്രണയം തോന്നിയത് ഒരു തെറ്റല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കൈ ഞാൻ ഇനി മരണം വരെ വിടില്ല ദേവൻ. അഞ്ജലി അവൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റി തീർച്ചു വെച്ചുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. ദേവൻ്റെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ ആർദ്രമായി ഒരു ചുംബനം നൽകി. ആ സമയം സോഫയിൽ കിടന്നിരുന്ന ദിയമോൾ പതിയെ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന അഞ്ജലിയെ കണ്ടതും ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടി വന്നു. അഞ്ജലി ആൻറ്റി. ഇരുവരെയും കാലുകളിൽ കെട്ടിപ്പിടിച്ചു. അഞ്ജലി വേഗം താഴേക്കിരുന്ന് ദിയമോളെയും ദേവനെയും ഒന്നിച്ച് തൻ്റെ കൈകൾക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. ജനാലയിലൂടെ അപ്പോഴേക്കും നിലാവ് ആ മുറിയിലേക്ക് പൂർണ്ണമായി അരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരുടെ ആ രാത്രി യാത്രകൾ ഒടുവിൽ എത്തിച്ചേർന്നത് തകർക്കാൻ നോക്കിയവർക്ക് മുൻപിൽ തലയുയർത്തി പിടിച്ച് ജീവിക്കാനുള്ള ഒരു പുതിയ സുന്ദരമായ കുടുംബത്തിലേക്കായിരുന്നു.